ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 25 ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ മനോഹരമായ യാത്രയുടെ ഏതാണ്ട് അവസാനത്തിൽ എത്തി നിൽക്കുന്നു. നാളത്തെ പ്രഭാതം ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷ വാർത്തയുമായി നമ്മെ തേടിയെത്തും. ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ കാത്തിരിപ്പ് പൂർത്തിയാവാൻ പോവുകയാണ്. നാം ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഒരുക്കിയ നമ്മുടെ ഹൃദയമാകുന്ന ബേത്ലഹേമിലേക്ക് കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മെ തന്നെ കൂടുതൽ യോഗ്യരാക്കുക എന്നതായിരുന്നു. ഇത്രയും ദിവസത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഉപേക്ഷിച്ച ദുശീലങ്ങൾ, മറ്റുള്ളവർക്ക് ചെയ്ത നന്മകൾ, ഇതെല്ലാം ഇന്നൊരു തിരിഞ്ഞുനോട്ടമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ എത്രത്തോളം യഥാർത്ഥമായി ഒരുങ്ങി? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്. ലൗകികമായ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചു. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി എത്രമാത്രം സ്ഥലം നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കി? മറിയയും യോസേഫും രാത്രിയിൽ ഒരു സങ്കേതം തേടി അലഞ്ഞതുപോലെ യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത ഒരു സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? കർത്താവ് ആവശ്യപ്പെടുന്നത് വലിയ കൊട്ടാരങ്ങളോ വില കൂടിയ സമ്മാനങ്ങളോ അല്ല. എളിയവനായ ആട്ടിടയൻ്റെയും വിനീതരായ മാതാപിതാക്കളുടെയും അടുക്കൽ അവൻ വന്നതുപോലെ നമ്മുടെ എളിമയും സ്നേഹവും ശാന്തതയുമുള്ള ഹൃദയത്തിലേക്കാണ് അവൻ വരുന്നത്. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിലെ വാതിലുകൾ തുറന്നിടുക. നിങ്ങളുടെ ഭയം, വിഷമം, കുറ്റബോധം, പാപഭാരം എന്നിവയെല്ലാം അവൻ്റെ കാൽക്കൽ അർപ്പിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ പിറന്നാലും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കാത്തിരിപ്പ് ഫലവത്താകാൻ പോവുകയാണ്. നാളത്തെ സന്തോഷം അനുഭവിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ഒരുക്കം പൂർണ്ണമാക്കുക. സങ്കേതം കിട്ടാതെ കാലിത്തൊഴുത്തിൽ പിറന്ന രാജാധിരാജനെ ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ ഹൃദയത്തിലെ എളിയ ഇടങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. അതിന് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.